ടി ജി ഈ അടുത്തൊരു ലേഖനം വന്നിരുന്നു. അതായത് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛനല്ല, അദ്ദേഹം ജീവിച്ചിരുന്നില്ല. മിഷണറിമാരാണ് മലയാളം ത്തിൻ്റെ ഒരു ഭാഷയുടെ പിതാക്കന്മാരെന്ന് അവകാശപ്പെടേണ്ടത്, അവർക്കാണ് കൊടുക്കേണ്ടത് ആ അവകാശം എന്ന് പറഞ്ഞൊരാൾ എഴുതിയ ഒരു ലേഖനം വന്നിരുന്നത്. അത് വലിയൊരു ചർച്ചയായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ പ്രശസ്തി ഉണ്ടാവും. അത് വന്ന പ്രസിദ്ധീകരണത്തിനും കുറേ സർക്കുലേഷനൊക്കെ കൂടും. അതൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതി വേണോ പ്രശസ്തനാവാനും സർക്കുലേഷൻ കൂട്ടാനും എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ഈ മിഷണറിമാരൊക്കെ എന്നാണ് കേരളത്തിൽ വരുന്നത്? അപ്പം അതിനു മുമ്പ് കേരളത്തിൽ ഏത് ഭാഷയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്? ഇവർ ഒരു ഭാഷയങ്ങ് ഉണ്ടാക്കുന്നു, എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ നടന്ന് പഠിപ്പിച്ചോ. ഇത് പൂച്ചയാണ്, ഇത് പട്ടി എന്നാണ് ഇതിൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് ഇവർ നടന്ന് പഠിപ്പിക്കും. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല, അപ്പോൾ പിന്നെ ആരെ ഈ രാമായണം എഴുതിയത്? അത് പേരറിയാത്ത ഏതോ ഒരു ഇങ്ങനെയൊക്കെ പറയരുത്. ഇതൊക്കെ എഴുത്തച്ഛൻ ജീവിച്ചിരുന്നു എന്ന് രാമായണം എഴുതിയതുകൊണ്ട് മാത്രമല്ല, മറ്റ് പല ഒരുപാട് റെഫറൻസൊക്കെ ഉണ്ട്. ഈ ലബ്ധപ്രതിഷ്ഠമായ കാര്യങ്ങളെ നിങ്ങൾക്ക് വെറുതെ ഒരു ലേഖനം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു അനാവശ്യമായ ഒരു പ്രശ്നം സമൂഹത്തിലുണ്ടാക്കാം. നിങ്ങളുടെ കയ്യിൽ കുറേ ഡാറ്റയൊക്കെ ഉണ്ടാകും, വെറുതെ ഒന്നുമല്ല അത് ചെയ്യുന്നത്. വാസ്തവത്തിൽ മിഷണറിമാർ മലയാളം പഠിക്കുകയാണ് ഉണ്ടാക്കി. മലയാളം പഠിച്ചു, അവരുടെ ആവശ്യം ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ മലയാളികളുടെ ഇടയ്ക്കാണെങ്കിൽ മലയാളം പഠിക്കണമല്ലോ, അതിനുവേണ്ടി അവർ മലയാളം പഠിച്ചു. അത് ക്രോഡീകരിച്ചു. ഗുണ്ടർട്ട് ഒരു നിഘണ്ടു എഴുതി. ആ നിഘണ്ടുവിൻ്റെ ആമുഖത്തിൽ ഗുണ്ടർട്ട് തന്നെ പറയുന്നുണ്ട്, മതപരിവർത്തനത്തിൻ്റെ ആവശ്യത്തിലേക്ക് എൻ്റെ പിന്നാലെ വരുന്നവർക്കും എൻ്റെ കൂടെയുള്ളവർക്കുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ നിഘണ്ടു തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു ഡിക്ഷണറി തയ്യാറാക്കാനുള്ള ആവേശമായിരുന്നില്ല അതിൻ്റെ പുറകിൽ, ഒരു റിസർച്ച് മൈൻഡായിരുന്നില്ല. ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മതപരിവർത്തനം സാധ്യമാകും. അത് മലയാളം മാത്രമല്ല, പല ഭാഷയിലും അവർ കടന്നു കയറിയിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1995-96 കാലഘട്ടത്തിലാണ് അവർ ബൈബിള് ലോക്കലൈസ് ചെയ്തു. എന്നുവെച്ചാൽ അവരുടെ ഒരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിൽ ഈ യേശു ക്രിസ്തു ഇന്ത്യൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെടും. മറ്റേ ജോസഫ്, മേരി, ഇവരൊക്കെ അവരുടെ ഒരു പാശ്ചാത്യ വേഷത്തിലാണല്ലോ, റോമൻ വേഷത്തിലാണ് അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതെല്ലാം. ഇത് മാറ്റിയിട്ട് മേരി സാധാരണ മേരിയായി, ഇന്ത്യൻ സാരിയും ബ്ലൗസും, ജോസഫ് മുണ്ടും ഷർട്ടും ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഇല്ലസ്ട്രേഷനൊക്കെ വെച്ചിട്ട് ബൈബിൾ ഇറക്കി നോക്കി. അത് ക്ലിക്കായില്ല. അന്ന് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അവർ പരമേശ്വരജിയെ സമീപിച്ചു. പരമേശ്വരജി പറഞ്ഞു, നിങ്ങൾ 12,000 വർഷമായി ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ഇതും ചെയ്തോളൂ. ഒഫീഷ്യലി ഞാൻ പ്രതികരിക്കാനൊന്നുമില്ല, ഏതായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന്. ഗുണം പിടിച്ചില്ല, ആ ട്രിക്ക് വിജയിച്ചില്ല.